മഹാരാഷ്ട്രയിൽ നാശം വിതച്ച് തുടർച്ചയായ മഴ. പൂനെയിൽ മഴക്കെടുതിയിൽ 6 പേർ മരിക്കുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. താഴ്ന്ന പ്രദേശങ്ങളിലും നിരവധി വീടുകളും വെള്ളത്തിനടിയിലായി. മണ്ണിടിച്ചിലിൽ 3 പേരെ കാണാതായി. പ്രളയത്തിന് സമാനമായ സാഹചര്യത്തിൽ നഗരത്തെ നിസ്സഹായ അവസ്ഥയിലാക്കിയ സർക്കാർ അലംഭാവത്തെ കുറ്റപ്പെടുത്തി സുപ്രിയ സുലെ. കഴിഞ്ഞ 24 മണിക്കൂറിൽ തുടർച്ചയായി പെയ്യുന്ന മഴ മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളിലും നാശം വിതച്ചു. പൂനെയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. അവശ്യ സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ ജനജീവിതം ദുസ്സഹമായി. पानी नहीं है पीने के लिए, खाना नहीं है, गैस बंद, पाइप गैस है वो भी बंद था. काफी बुरे थे हालत. മഴയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ 6 പേർ മരിക്കുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മണ്ണിടിച്ചിലിൽ 3 പേരെ കാണാതായെന്ന് പൂനെ ജില്ലാ കളക്ടർ അറിയിച്ചു. वहाँ पे सूचना मिली है कि 3 लोग अंदर है. റെസ്ക്യൂ ഓപ്പറേഷൻ. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. നൂറുകണക്കിന് ആളുകളെ സുരക്ഷാ മേഖലകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പ്രളയത്തിന് സമാനമായ സാഹചര്യത്തിൽ നഗരത്തെ നിസ്സഹായാവസ്ഥയിലാക്കിയ സർക്കാർ അലംഭാവത്തെ MP സുപ്രിയ സുലെ കുറ്റപ്പെടുത്തി. फेलियर ऑफ द एडमिनिस्ट्रेशन, क्योंकि जब उनको पता था इतनी बारिश होने वाली है, अलर्ट तक किया था, फिर रेड अलर्ट क्यों नहीं किया, पहला मुद्दा. और दूसरा, जब पानी छोड़ने वाली थी सरकार, तब आधा पौना घंटा एक तो बिजली बंद करनी चाहिए थी पूरे एरिया की, क्योंकि 3 लोग इलेक्ट्रिक्यूट होके उन्होंने जान गवाई है. अभी പൂനെ, മുംബൈ, പാൽഘർ, താനെ, റായ്ഗഡ് എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട് തുടരും. പൂനെയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും കെട്ടിടങ്ങളിലും കുടുങ്ങിയ 160ഓളം പേരെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് വിളനാശം സംഭവിച്ച കർഷകർക്കായി സർക്കാർ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് മുതിർന്ന മഹാരാഷ്ട്ര കോൺഗ്രസ് നേതാവ് വിജയ് വട്ടേറ്റിവാർ ആവശ്യപ്പെട്ടു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.